വളരെ ചെറിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് ഇപ്പൊ ജ്വല്ലറിക്കാർ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏതൊരു ആളുകൾക്കും വാങ്ങാവുന്ന തരത്തിലുള്ള തൂക്കം കുറഞ്ഞ ആഭരണങ്ങൾ, പുതിയ ഡിസൈനുകളൊക്കെ ഇപ്പോൾ മാനുഫാക്ചേഴ്സ് ഉണ്ടാക്കാനും ജ്വല്ലറികളിൽ അത് എത്തുകയും ചെയ്തിട്ടുണ്ട് വില കൂടിയ സാഹചര്യത്തിൽ. അതുപോലെ തന്നെ 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, 9 ക്യാരറ്റ് ആഭരണങ്ങളും ജ്വല്ലറികളിൽ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ കയ്യിലുള്ള വിലയ്ക്ക് പണത്തിനനുസരിച്ച് സ്വർണം വാങ്ങുക എന്നുള്ള ആഗ്രഹം നിറവേറ്റാനായിട്ട് സാധിക്കും. അതെ, ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളാണല്ലോ നമ്മുടെ വിപണിയിലും കേരള സംസ്ഥാനത്തും പ്രതിഫലിക്കുന്നത്. അങ്ങനെ ഇന്നലെ ഇപ്പൊ കുറച്ച് ഇന്ന് കൂടിയിട്ടുള്ളത് അക്ഷയ തൃതീയ പോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ വില വർധനവ് നമ്മുടെ ജൂവലേഴ്സ് തന്നെ മാറ്റങ്ങൾ സ്വർണത്തില് വരിക എന്നുള്ളത് ഒരു പതിവാണ്. ആഭരണങ്ങളുടെ ഡിമാൻഡ് കൂടുന്ന സമയത്ത് ഏതൊരു വസ്തുവിനും ഡിമാൻഡ് കൂടുമ്പോൾ ചെറിയൊരു വില കൂട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ട് നമ്മുടെ നാട്ടില്. അതനുസരിച്ചിട്ട് ചെറിയൊരു വർധനവാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിലും ഈ ഒരു സ്വർണത്തിന്റെ വില അത് വർദ്ധിക്കാനാണോ സാധ്യത, അതോ ഈ ഒരു തരത്തിൽ, അതായത് 1,15,000 ഇങ്ങനെ നിൽക്കാനാണോ സാധ്യത? അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചത്. കാരണം നമ്മുടെ റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ഉണ്ടായി തുടങ്ങിയപ്പോഴാണ് സ്വർണ്ണ വില ക്രമാതീതമായിട്ട് കൂടി തുടങ്ങിയത്. അത് പിന്നീട് വർദ്ധിച്ചു. ഹമാസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കൂടുതൽ വർദ്ധിച്ചു വന്നു. പക്ഷെ നമുക്ക് മനസ്സിലാകുന്ന ഇറാനും അമേരിക്ക അതുപോലെ തന്നെ ഇസ്രയേലൊക്കെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തിന്റെ ഫലമായിട്ട് അതുപോലെ സ്വർണ്ണവില കൂടുകയല്ല ചെയ്തത്, സ്വർണ്ണവില കുറയാണ് ചെയ്തത്. കാരണം മറ്റുള്ള കൂടുതൽ ക്രൂഡിനൊക്കെ വില കൂടുകയും അതുപോലെ തന്നെ അമേരിക്കൻ ഡോളറിന് ശക്തി പ്രാപിക്കുകയും ചെയ്തപ്പോഴാണ് ഈ യുദ്ധത്തിന്റെ അവസരത്തിൽ സ്വർണ്ണവില കുറഞ്ഞത് എന്നാണ് വിദഗ്ധന്മാര് പറഞ്ഞിട്ടുള്ള നമ്മുടെ അറിവ്. ഇനിയിപ്പോൾ ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു 2026 അവസാനത്തിലേക്ക് എത്തുമ്പോൾ സ്വർണത്തിന്റെ വില 2 ലക്ഷം രൂപ വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്ന്. അതും തള്ളിക്കളയാനാകുമോ? അത്ര വർദ്ധിക്കാനുള്ള സാധ്യത ഞങ്ങൾ കാണുന്നില്ല. അതൊക്കെ ഇതുപോലെ തന്നെ പലപ്പോഴും പല വിദഗ്ധന്മാരും ഗസ് ചെയ്ത് രാഷ്ട്രീയക്കാര് ഭരണത്തിൽ ഇത്ര സീറ്റ് കിട്ടുമെന്ന് പറയുന്ന പോലുള്ള ഒരു ഗസിംഗ് ആണ്. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഉള്ളതായിട്ട് അറിവില്ല. പക്ഷേ ഈ 1.5 ലക്ഷം രൂപയിലേക്കെങ്കിലും സ്വർണത്തിന്റെ വില എത്താനുള്ള ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? കാരണം നമ്മൾ ഈ 1,31,000 രൂപ വരെ സ്വർണത്തിന്റെ വില എത്തുന്നത് കണ്ടതല്ലേ? ഈ അടുത്ത സമയത്ത് ട്രംപ് യുദ്ധം കുറച്ചുനാള് നിർത്തിവെക്കാന്ന് പറഞ്ഞ സമയത്ത് സ്വർണ്ണവില കൂടുകയാണ് ചെയ്തത്. പക്ഷെ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണവില കീഴ്പോട്ട് പോരുന്നുള്ള വിദഗ്ധന്മാരുടെ അഭിപ്രായം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതെങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. എന്തായാലും സ്വർണ്ണവിലയ്ക്ക് കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിക്കില്ല. ലോക വിപണി തന്നെ സ്വർണത്തെ ആശ്രയിച്ചിട്ടാണ് സാമ്പത്തിക രംഗം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.